അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 8 ഞായറാഴ്ച. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദികരിൽ നിന്നും ഒരാളെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഉൾപ്പെടെയുള്ള 21 പേരുടെ സ്ഥാനാരോഹണ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഭക്തിസാന്ദ്രമായ സ്ഥാനാരോഹണ ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ചതോടെ മാർ കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പൗരോഹിത്യത്തിന്റെ 20ാം വർഷത്തിലാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ നായകനിരയിൽ ഇനി കേരളത്തിന്റെയും ഇന്ത്യയുടെയും അഭിമാനമായി കർദിനാൾ ജോർജ് കൂവക്കാടുമുണ്ടാവും. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് ഭാരതത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സ്ഥാനാരോഹണ ചടങ്ങിനിടെ പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പിട്ടത്. സിറോ മലബാർ സഭയ്ക്ക് ചരിത്ര നിയോഗമാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ പദവിയെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. ലളിത ജീവിതം നയിക്കുന്ന വൈദികനാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടെന്നും നയതന്ത്ര രംഗത്തുള്ള മാർ കൂവക്കാടിന്റെ പ്രാഗൽഭ്യം മാർപ്പാപ്പ നേരിട്ട് മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കൂവക്കാടിന്റെ കർദിനാൾ പദവി മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനത്തിന് സഹായകരമാകുമെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ആരാധനാലയ സംരക്ഷണ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം കേൾക്കുമെന്ന തീരുമാനവുമായി സുപ്രീം കോടതി. ഡിസംബർ 12 മുതൽ വാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ഉൾപ്പെടെ നൽകിയ ഹർജികളിൽ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിരുന്നു. പിന്നീട് ഹർജികൾ കോടതി പരിഗണിച്ചിരുന്നില്ല. ചൂരൽമലയിലെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് സഹായങ്ങൾ വേണ്ടിവരുമെന്നും അതിനുവേണ്ടിയുള്ള പണം തരാൻ തയ്യാറാവുമോ ഇല്ലയോ എന്ന് കേന്ദ്രം പറയണമെന്നും റവന്യൂ മന്ത്രി K. രാജൻ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ വിഷയത്തിൽ ഹൈക്കോടതിയുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് പുനരധിവാസത്തിനായി സ്വന്തം നിലയ്ക്ക് ഭൂമി വാങ്ങി വീട് വയ്ക്കാനുള്ള സന്നദ്ധത കർണാടക തെലങ്കാന സർക്കാരുകൾ അറിയിച്ചതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഇരു സർക്കാരുകളും നിരന്തരം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ ഇവരുമായി ആശയവിനിമയം പോലും നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള സഹായം കൈമാറാൻ ഇനി സംസ്ഥാന സർക്കാരിനെ കാത്തുനിൽക്കില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ദുരിതബാധിതർക്കായി ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നും PMA സലാം പറഞ്ഞു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വഴിതടഞ്ഞ് CPM പാളയം ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ കോടതിയലക്ഷ്യം ചൂണ്ടിക്കാണിച്ച് ഹർജി. ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ പാതയോരങ്ങളിൽ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായാണ് സമ്മേളനം നടന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് മരട് സ്വദേശിയായ N. പ്രകാശാണ് ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ട്രാൻസ്ഫർ അല്ല വേണ്ടിയിരുന്നതെന്നും അതിനാലാണ് CPM-ൽ ചേരാതിരുന്നതെന്നും BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ. പെരുന്നയിൽ പോയി NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും അമൃതപുരിയിൽ പോയി മാതാ അമൃതാനന്ദമയി ദേവിയെയും കണ്ടെങ്കിലും മാധ്യമങ്ങൾ വാർത്തയാക്കിയത് പാണക്കാട് പോയി സാദിഖ് അലി തങ്ങളെ കണ്ടത് മാത്രമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ വിശദീകരണവുമായി KSEB. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 2024 ഡിസംബർ 5 മുതൽ പ്രാബല്യത്തോടെ പ്രഖ്യാപിച്ച താരിഫ് ഉത്തരവ് പ്രകാരം വൈദ്യുതി നിരക്കിൽ നാമമാത്രമായ വർധനവ് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് KSEB വിശദീകരണം. സീപോർട്ട് എയർപോർട്ട് റോഡ് 2ാം ഘട്ട നിർമ്മാണത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പരിഹരിച്ചതായി മന്ത്രി P. രാജീവ്. 588.11 കോടി രൂപ പദ്ധതിക്കായി RBDCക്ക് കൈമാറി. സീപോർട്ട് എയർപോർട്ട് റോഡ് NAD മഹിളാലയം ഭാഗത്തിന്റെ നിർമ്മാണത്തിനുള്ള വിജ്ഞാപനം ഉടനുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. സ്ഥലമുടമകളുടെ ഹിയറിംഗിലുള്ള നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു.
CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മുൻ മന്ത്രി ജി സുധാകരനെ ആലപ്പുഴ പറവൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചു. ജി സുധാകരന്റെ സഹോദരനും SFI നേതാവുമായിരുന്ന ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വ അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ജയരാജൻ. വിദ്യാർത്ഥി സംഘടനയിൽ ആയിരുന്നപ്പോൾ ജി സുധാകരൻ ഞങ്ങളുടെ നേതാവായിരുന്നുവെന്നും അന്നു മുതൽ അദ്ദേഹത്തോട് തികഞ്ഞ ആദരവാണെന്നും ജയരാജൻ പറഞ്ഞു. പരമ്പരകൾക്ക് സെൻസർഷിപ്പ് വേണമെന്നും സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമാണെന്നും ആദ്യം ആവശ്യപ്പെട്ടത് താനാണെന്നും ശ്രീകുമാരൻ തമ്പി. ദേശാഭിമാനി വാരികയിൽ വർഷങ്ങൾക്ക് മുമ്പ് പരസ്യപ്പെടുത്തിയ തന്റെ അഭിമുഖത്തിലാണ് ഈ ശക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചതെന്നും സ്വന്തമായി പരമ്പര നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ അഭിപ്രായം തുറന്നു പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അതേ അഭിപ്രായം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പ്രകടിപ്പിച്ചിരിക്കുന്നുവെന്നും താൻ അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി. നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ദിലീപിന്റെ സോപാനത്തിന് മുന്നിലെ ദർശനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ചീഫ് കോർഡിനേറ്റർ ഹൈക്കോടതിക്ക് കൈമാറി. ദൃശ്യം പരിശോധിച്ച കോടതി എത്ര സമയം ദിലീപ് ഹരിവരാസനം സമയത്ത് സോപാനത്തിൽ തുടർന്നുവെന്ന് ചോദ്യമുന്നയിച്ചു. ദിലീപ് സോപാനത്തിൽ തുടർന്നതിനാൽ മറ്റ് ഭക്തർക്ക് ദർശനത്തിൽ കാലതാമസമുണ്ടായെന്നും കോടതി കുറ്റപ്പെടുത്തി. ദിലീപിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തികൾ അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. സോപാനത്തിന് മുന്നിൽ ഭക്തരുടെ ദർശനത്തിന് തടസ്സമുണ്ടാകരുതെന്നും കുട്ടികൾ, പ്രായമായവർ തുടങ്ങിയവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും ഇക്കാര്യം പോലീസും ദേവസ്വം ബോർഡും ഉറപ്പാക്കണമെന്നും കോടതി ഇടക്കാല ഉത്തരവിട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. ഡിസംബർ 2 റെഡ് അലർട്ട് ദിവസം വൈകുന്നേരമാണ് തൊട്ടടുത്ത ദിവസം കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി വ്യാജ ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ചത്. കണ്ണൂർ മാടായി കോളേജിലെ നിയമനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് MK രാഘവൻ MPയെ വഴിയിൽ തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ. MK രാഘവൻ MPയാണ് കോളേജ് ചെയർമാൻ. ഇവിടെ 2 അറ്റൻഡർ പോസ്റ്റിലേക്കാണ് നിയമനം നടത്താനിരുന്നത്. എന്നാൽ അഭിമുഖത്തിന് മുമ്പ് തന്നെ MPയുടെ ബന്ധുവായ CPM പ്രവർത്തകനെ നിയമനം നൽകാനുള്ള നീക്കമുണ്ടെന്നാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. ഇതിനുവേണ്ടി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നാണ് ആക്ഷേപം. ബിപിൻ സി ബാബുവും മധു മുല്ലശ്ശേരിയും BJP സംസ്ഥാന സമിതിയിലേക്ക്. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ് ബിപിൻ സി ബാബുവിനെയും മധു മുല്ലശ്ശേരിയെയും BJP സംസ്ഥാന സമിതി അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് CPM വിട്ട മധു മുല്ലശ്ശേരിയും ബിപിൻ സി ബാബുവും BJPയിൽ ചേർന്നത്. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമവായ നീക്കങ്ങൾക്ക് തയ്യാറെന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ്. സഭയ്ക്ക് അതിന്റെ ചട്ടക്കൂടുകളും വിശ്വാസ പ്രമാണങ്ങളും ഉണ്ടെന്നും അതെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കായാണ് ശ്രമം നടത്തുന്നതെന്നും ജോസഫ് മാർ ഗ്രിഗോറിയസ് വ്യക്തമാക്കി. സഭാതർക്കത്തിൽ സർക്കാർ ഒരുപാട് ഇടപെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ജോസഫ് മാർ ഗ്രിഗോറിയസ് ചർച്ചകൾക്ക് സർക്കാർ മുൻകൈയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ഏറ്റവും വലിയ പാതയായ മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. റോഡ് വികസനത്തിൽ ഈ സർക്കാർ വലിയ മുന്നേറ്റം നടത്തിയെന്നും മികച്ച നിലവാരമുള്ള റോഡുകളാണ് ഇപ്പോൾ ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലയോര ഹൈവേയുടെ തൃശൂർ ജില്ലയിലെ മൂന്നാർ റീച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1251 കിലോമീറ്റർ ദൂരത്തിൽ 13 ജില്ലകളിലൂടെയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പുതിയ നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂർ ആറാട്ടുപുഴ ക്ഷേത്രത്തിന് മുമ്പിൽ പ്രതീകാത്മകമായി പൂരം നടത്തി പ്രതിഷേധം. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന ക്ഷേത്രമുറ്റത്ത് 15 ആനകളുടെ ചമയം, കൈപ്പന്തം, പഞ്ചാരിമേളം എന്നിവ നിരത്തിയായിരുന്നു പൂരം സംഘടിപ്പിച്ചത്. പാലോട് ഭർതൃഗ്രഹത്തിൽ നവവധുവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ സുഹൃത്തും കസ്റ്റഡിയിൽ. അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അജാസിനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ദുജയെ അജാസാണ് മർദ്ദിച്ചതെന്നും മരിച്ച ഇന്ദുജയുമായി അജാസിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്.
ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മോദിക്കും അദാനിക്കുമെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ യുഎസിന് പങ്കുണ്ടെന്ന BJP ആരോപണങ്ങൾക്കെതിരെ US എംബസി. ആരോപണങ്ങൾ നിരാശപ്പെടുത്തുന്നത് എന്നും ദില്ലിയിലെ US വക്താവ് പ്രതികരിച്ചു. ഭരിക്കുന്ന പാർട്ടി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരാശാജനകമാണെന്നും US എംബസി വക്താവ് പറഞ്ഞു. ദില്ലിയിൽ ക്രിസ്ത്യൻ എംപിമാരുടെ യോഗം വിളിച്ചതിൽ വിശദീകരണവുമായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. ക്രിസ്ത്യൻ എംപിമാരുടെ യോഗം ചേർന്നത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അനൗപചാരിക കൂട്ടായ്മ മാത്രമാണെന്നും യോഗത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലായിരുന്നുവെന്നും CBCI വിശദീകരണക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. പുഷ്പ 2 പ്രീമിയർ ഷോ ദിനത്തിൽ തിക്കിലും തിരക്കിലും അകപ്പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ക്ഷമ ചോദിച്ച് അല്ലു അർജുൻ. പുഷ്പ 2 വിജയാഘോഷ ചടങ്ങിലാണ് ഹൈദരാബാദിലുണ്ടായ സംഭവങ്ങൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ലെന്നും അല്ലു അർജുൻ പറഞ്ഞത്. വ്യാജ ഗോവധ കേസിൽ 2 മുസ്ലിം യുവാക്കളെ കുറ്റവിമുക്തരാക്കി ഗുജറാത്ത് കോടതി. ഗുജറാത്തിലെ പഞ്ച്മഹൽ സെഷൻസ് കോടതി ഗോവധ കേസ് വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് മുസ്ലിം യുവാക്കളെ വെറുതെ വിട്ടത്. കേസ് കെട്ടിച്ചമച്ചതിന് 3 പോലീസുകാർക്കെതിരെയും കേസിലെ സാക്ഷികൾക്കെതിരെയും കേസെടുക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി സമാജ്വാദി പാർട്ടി. സഖ്യത്തിലെ പ്രധാന പാർട്ടിയായ ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായി ബാബറി മസ്ജിദ് തകർത്തതിനെയും അനുബന്ധ പത്രപരസ്യത്തെയും പ്രശംസിച്ചതിനെ തുടർന്നാണ് സഖ്യം ഉപേക്ഷിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി അറിയിച്ചു. സിറിയയിൽ ഏറ്റുമുട്ടൽ രൂക്ഷം. വിമതപക്ഷം പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ഭരണകൂടത്തിനെതിരെ ഏറ്റുമുട്ടൽ കടുപ്പിച്ചു. അതേസമയം രാജ്യം വിട്ടെന്ന അഭ്യൂഹം തള്ളി സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് രംഗത്തെത്തി. ബഷാറുൽ അസദ് ഭരണകൂടത്തെ വീഴ്ത്തുകയാണ് ലക്ഷ്യമെന്ന് വിമത സായുധ സംഘമായ HTS അറിയിച്ചു. ബ്രിട്ടനെ വിറപ്പിച്ച ഡാറ ചുഴലിക്കാറ്റ് തീരപ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ചു. 145 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് 10,000-കണക്കിന് വീടുകളിലാണ് വൈദ്യുതി മുടങ്ങിയത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ 86,000 വീടുകളിൽ വൈദ്യുതി മുടങ്ങി. കനത്ത മഴയെ തുടർന്ന് രാജ്യവ്യാപകമായി വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി. സുനിൽ ഛേത്രി ഹാട്രിക് നേടിയ മത്സരത്തിൽ ബാംഗ്ലൂരു FC 2-4 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്. മുൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരവും അസം സ്വദേശിയുമായ ദേവജിത്ത് സൈക്കിയെ BCCIയുടെ ഇടക്കാല സെക്രട്ടറിയായി നിയമിച്ചു. BCCI പ്രസിഡന്റ് റോജർ ബിന്നിയാണ് നിയമനം നടത്തിയത്. BCCI സെക്രട്ടറിയായിരുന്ന ജയ്ഷ ICC അധ്യക്ഷനായതോടെയാണ് ദേവജിത്ത് സൈക്കിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ 2ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ആധിപത്യം. 2ാം ഇന്നിംഗ്സിലും കളിമറന്ന ഇന്ത്യ 2ാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറിനൊപ്പം എത്താൻ ഇന്ത്യക്ക് ഇനിയും 29 റൺസ് വേണം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.